കേസ് ലോസിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരതീയ ന്യായ സംഹിത 2023 ബെയർ ആക്ട് വെച്ചിട്ട് നമ്മൾ ചാപ്റ്റേഴ്സ്, സെക്ഷൻസ്, ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ സെക്ഷൻസിൽ എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നതിന് നമുക്കൊരൊറ്റ നോട്ടത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വിക്ക് റിവിഷൻ്റെ ടൈമിലോ അല്ലെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ തൊട്ട് മുന്നേയുള്ള സമയങ്ങളിലോ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ടേബിൾ ഫോമിലോട്ട് കൺസൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡിസ്കസ് ചെയ്യാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലോട്ട് കടക്കാം. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത് സെക്ഷൻ 1 to 3 ആണ്. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രിലിമിനറി എന്താന്നുള്ളതാണ്. ചാപ്റ്റർ 2ൽ പറയുന്നത് 4 to 13, അതായത് പണിഷ്മെന്റ്സ്, എത്ര കൈൻഡ്സ് ഓഫ് പണിഷ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ 4 to 13 വരെയുള്ള സെക്ഷനിൽ പറയുന്നത്. ചാപ്റ്റർ 3ലോട്ട് വരുവാണെങ്കിൽ 14 to 44, 14 തൊട്ട് 44 വരെയും പറയുന്നത് ജനറൽ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ക്രിമിനൽ ലൈബിലിറ്റിയിൽ നിന്ന് എക്സെപ്ഷണൽ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളതൊക്കെയാണ് 14 to 44 വരെയുള്ള സെക്ഷനിൽ പറയുന്നത്. ചാപ്റ്റർ 4ൽ പറയുന്നത് 45 to 52, അബറ്റ്മെന്റ്, ക്രിമിനൽ കോൺസ്പിറൻസി, അറ്റംപ്റ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് 45 മുതൽ 62 വരെയുള്ള സെക്ഷൻസിൽ ഡിഫൈൻ ചെയ്യുന്നത്. ചാപ്റ്റർ 5ൽ വരുവാണെങ്കിൽ 63 to 99, അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എഗൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസിനെ ഡീൽ ചെയ്യുന്ന സെക്ഷനാണ് 63 to 99 വരെ പറയുന്നത്. ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ചാപ്റ്റർ 5ലാണ്. ചാപ്റ്റർ 6ൽ പറയുന്നത് 100 to 146 വരെയാണ്, അതായത് ഒഫൻസ് എഗൻസ്റ്റ് ഹ്യൂമൻ ബോഡിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസുകൾ പറയുന്നത് 100 to 146 വരെയാണ്. ചാപ്റ്റർ 7ൽ പറയുന്നത് 147 മുതൽ 158 വരെയാണ്. ഒഫൻസ് എഗൻസ്റ്റ് സ്റ്റേറ്റിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസിന്റെ കാര്യങ്ങളാണ് 147 മുതൽ 158 വരെ വരുന്നത്. എട്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് 159 to 168 വരെയാണ്, അതായത് ആർമി, നേവി, എയർഫോഴ്സ്, ആ ഒരു ഫോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുകളാണ് 159 മുതൽ 168 വരെ പറയുന്നത്. ചാപ്റ്റർ 9ൽ പറയുന്നത് 169 മുതൽ 177 വരെ പറയുന്നത് എലക്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒഫൻസുകൾ എന്തൊക്കെയാണെന്നാണ് 169 to 177 വരെ പറയുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ 10 ആണ്. ഈ ചാപ്റ്ററിൽ പറയുന്നത് 178 മുതൽ 188 വരെ 10 സെക്ഷനുകളും പറയുന്നത് ഒഫൻസ് റിലേറ്റിംഗ് ടു കോയിൻസ്, കറൻസി നോട്ട്സ് ആൻഡ് ബാങ്ക് നോട്ട്സ് ആൻഡ് ഗവൺമെന്റ് സ്റ്റാമ്പ്സ്, ഇത്രയും കാര്യങ്ങളാണ് 178 മുതൽ 188 വരെ പറയുന്നത്. ഇത് ചാപ്റ്റർ 10ലാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ചാപ്റ്റർ 11ൽ പറയുന്നത് 189 to 197 വരെയുള്ള സെക്ഷൻസ് ആണ്, അതായത് പബ്ലിക് ട്രാൻക്വിലിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസിന്റെ കാര്യങ്ങളാണ് 189 മുതൽ 197 വരെയുള്ള സെക്ഷനിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ 12 ആണ്. 12ൽ 198 to 205 വരെയുള്ള കാര്യങ്ങളാണ്, സെക്ഷൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പബ്ലിക് സർവൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒഫൻസുകൾ അല്ലെങ്കിൽ പബ്ലിക് സർവൻസ് ചെയ്യുന്ന ഒഫൻസുകൾ, അതൊക്കെയാണ് 198 മുതൽ 205 വരെയുള്ള സെക്ഷനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ ചാപ്റ്റർ 13 ആണ്. 206 to 226 വരെയുള്ള സെക്ഷനിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത് കണ്ടംപ്റ്റ് ഓഫ് ദ ലോഫുൾ അതോറിറ്റി ഓഫ് ദ പബ്ലിക് സർവൻസ്. ദെൻ ചാപ്റ്റർ 40ൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 227 to 269, 227 മുതൽ 269 വരെയുള്ള സെക്ഷനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫോൾസ് എവിഡൻസ് ആൻഡ് ഒഫൻസ് എഗൻസ്റ്റ് പബ്ലിക് ജസ്റ്റിസ്. നെക്സ്റ്റ് ചാപ്റ്റർ 15 ആണ്. 270 മുതൽ 297 വരെയുള്ള സെക്ഷൻസിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത് പബ്ലിക് ഹെൽത്ത്, സേഫ്റ്റി, കൺവീനിയൻസ്, ഡീസൻസി, മോറൽസ്, അതിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒഫൻസിനെയും അതിന്റെ പണിഷ്മെന്റ്സും ആണ് 270 to 297 വരെയുള്ള സെക്ഷൻസിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ദെൻ ചാപ്റ്റർ 60ൽ 298 to 302 വരെയുള്ള സെക്ഷനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒഫൻസുകളെ പറ്റിയിട്ടാണ് 298 മുതൽ 302 വരെയുള്ള സെക്ഷനിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ചാപ്റ്റർ 70ൽ 303 to 334 വരെയുള്ള സെക്ഷൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത് പ്രോപ്പർട്ടിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതും പണിഷ്മെന്റ്സ് ഒക്കെയാണ്.
സെക്ഷൻ 303 മുതൽ 334 വരെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ദെൻ ചാപ്റ്റർ 18 335 to 350 വരെയുള്ള സെക്ഷനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡോക്യുമെന്റ്സ്, അതേപോലെ തന്നെ പബ്ലിക് മാർക്സിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒഫൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് 335 മുതൽ 350 വരെയുള്ള സെക്ഷൻസിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന അവസാനത്തെ 2 ചാപ്റ്റേഴ്സ് ആണ് 19ഉം 20ഉം. അതിൽ ചാപ്റ്റർ 90 പറയുന്നത് 351 to 357 ആണ്. അതായത് ക്രിമിനൽ ഇന്റിമിഡേഷൻ, ഇൻസൾട്ട്, അനോയൻസ്, ഡിഫോമേഷൻ എക്സെട്ര അത്തരത്തിലുള്ള കാര്യങ്ങളാണ് 351 to 357 വരെ പറയുന്നത്. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 20 ആണ്. ഇതിലൊരൊറ്റ സെക്ഷനെ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ, 358, അതായത് റിപ്പീൽസ് ആൻഡ് സേവിങ്സ്. ഇതാണ് ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന ബെയർ ആക്ട് വെച്ചിട്ട് നമ്മൾ സോർട്ട് ചെയ്ത് പഠിച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സും ഡെഫിനിഷൻസും സെക്ഷൻസ് എന്നൊക്കെ പറയുന്നത്. സോ ഈ ഒരു സെക്ഷനിൽ ഈ ഒരു ആക്ടിൽ നമുക്ക് മൊത്തം 20 ചാപ്റ്റേഴ്സും 358 സെക്ഷൻസും ആണ് നമ്മൾ പഠിക്കാനുള്ളത്. സോ ഇത്രയും പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.